തടയാനുള്ള ശ്രമം നടക്കും. പക്ഷെ നടക്കേണ്ടത് നടക്കും. ആർക്കും ഒന്നും തടയാനൊക്കില്ല. തടയുക എന്നുള്ളതും ഈ സംസാര കോലാഹലത്തിന്റെ ഒരു ഏർപ്പാടാണ്. അതൊന്നും ആർക്കും തടയാനൊക്കില്ല. നമുക്ക് ചെയ്യാവുന്നത് ഇതറിയുക. അറിഞ്ഞാൽ എന്താ ഗുണം? ദുഃഖം ഒഴിവാക്കുകയല്ലേ എല്ലാവരുടെയും ലക്ഷ്യം. എല്ലാവരുടെയും ലക്ഷ്യം ദുഃഖം ഒഴിവാക്കുക. ഈ സത്യം അറിയാത്തിടത്തോളം ഒരു ചക്രവർത്തിയുടെയും ദുഃഖം ഒഴിവാകാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ എല്ലാവർക്കും ഈ നാമരൂപ പ്രസാരണയിൽ വന്നും പോയും ഇരുന്നേ പറ്റും. പക്ഷെ എന്താ നാമരൂപങ്ങളാണ് വരുന്നതും പോകുന്നതും. വസ്തുവിന് ഒരു കേടുമില്ല. അതല്ലേ കൃഷ്ണൻ തന്നെ ഗീത 2-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നത്? അജോ നിത്യശാശ്വതോയം പുരാണോ ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ഈ നാമരൂപങ്ങൾക്ക് കേടുവരുന്നത് കൊണ്ടൊന്നും അർജുന ആ പരമസത്യത്തിന് യാതൊരു കേടുമില്ല. തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. അതുകൊണ്ട് ഒരു ജീവിയെക്കുറിച്ചും, ഒരു ഭീഷ്മരായാലും ശരി, ദ്രോണരായാലും ശരി, അർജുന നിന്റെ അപ്പൂപ്പനായാലും ശരി, നിന്റെ ഗുരുവായാലും ശരി, ഒരുത്തരെ കുറിച്ചും നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല. നിന്റെ അപ്പൂപ്പൻ ഒരു നാമരൂപം, നിന്റെ അമ്മുമ്മ വേറൊരു നാമരൂപം. അത് വരുന്നു പോകുന്നു, അത് വരും പോകും. നീ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ സദാ നടന്നുകൊണ്ടിരിക്കും. അതിനെ തടയാനൊന്നും ഇവിടെ ഒരു ശാസ്ത്രജ്ഞനും ആർക്കും സാധ്യമല്ല. നിനക്കൊരു കാര്യം ചെയ്യാം. ഞാനീ പറയുന്ന സത്യം ജ്ഞാനം, ഇതിത്തെ ജ്ഞാനമാഖ്യാതം. ഞാൻ നിനക്ക് ജ്ഞാനം പറഞ്ഞു തന്നു. വിമർശയിത അശേഷേണ. നല്ലവണ്ണം ഇത് വിചാരം ചെയ്ത് ഈ ഫോർമുല നല്ലവണ്ണം വിചാരം ചെയ്ത് ഉറപ്പിക്കൂ. വസ്തുവിനൊരു കേടുമില്ല. ബോധം നാമരൂപം വരുമ്പോൾ ഇതാണ് ചിജ്ജഡ ചിന്തനം. ഈ ചിജ്ജഡങ്ങൾ നമ്മിലുണ്ട്. അതിനെ ജഡത്തിൽ നിന്നും മാറ്റി ചിത്തിനെ അനുഭവിക്കാൻ പറ്റുമോ? അനുഭവിക്കാൻ എന്തൊന്നാ? ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ജഡത്തെ മുഴുവൻ ചിത്തായിട്ട് കാണുക. നാമരൂപങ്ങളെ മുഴുവൻ വസ്തുവായിട്ട് കാണുക. ആഭരണങ്ങളെ മുഴുവൻ സ്വർണമായിട്ട് കാണുക. ഇതാണ് ഇതിനുള്ള ഒരേ ഒരു മാർഗം. വേറെ കുറെ കർമ്മം ചെയ്തുകൊണ്ടോ ശ്വാസം അതൊക്കെ നടക്കും. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല. ശ്വാസം പിടിച്ചോളൂ, ഇവിടെ എന്താ കുഴപ്പം? പക്ഷെ ഇത് മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ശ്വാസം പിടിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ. കുറെ യജ്ഞങ്ങൾ അങ്ങോട്ട് ചെയ്യുക, രാപകൽ ചെയ്തോളൂ, ചെയ്യും. അതൊന്നും ബലിക്കട അല്ലെങ്കിൽ യജ്ഞം, കോവിലിൽ പോവുക, പൂജ നടത്തുക, ഇതൊന്നും വേണ്ടെന്ന് വേദാന്തി പറയില്ല. എന്തുകൊണ്ട് പറയില്ല? വേദാന്തിക്കറിയാൻ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അജ്ഞതയുടെ കോലാഹലങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. പറ്റുമെങ്കിൽ ഈ സത്യം കൂടെ മനസ്സിലാക്കിക്കോളും. മനസ്സിലാക്കിയാൽ എന്താ ഗുണം? ദുഃഖം കുറഞ്ഞു വരും. യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, അതിനൊരു കേടുമില്ല എന്നറിഞ്ഞാൽ പിന്നെ എന്താ ദുഃഖിക്കാനിരിക്കുന്നു? ആരെക്കുറിച്ചാ ദുഃഖിക്കുക? ജാതസ്യ ധ്രുവോ മൃത്യു. അർജുന, ജനിച്ചാൽ നിശ്ചയമായിട്ടും മരിക്കും. വെച്ചാൽ നാമരൂപം മാറുകയാണോ? ഒരു നാമരൂപം കൈക്കൊള്ളുന്നതാണ് ജനനം, അത് മാറുന്നതാണ് മരണം. അത് നാമരൂപം കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് മാറും നിശ്ചയം. ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യച്ച. മരിച്ചവൻ ഒരു നാമരൂപം പോയാൽ വേറൊരു നാമരൂപം കൈക്കൊള്ളും. വേറൊരു നാമരൂപം കൈക്കൊള്ളാതെ ഒരു നാമരൂപത്തിന് പോകാൻ പറ്റില്ല. കൈക്കൊള്ളട്ടെ, മാറട്ടെ, പക്ഷെ വസ്തു അത് തന്നെ. ഒരു കുറവുമില്ല, ഒരു കുറവ് പോലും വരുന്നില്ല. അതുകൊണ്ട് തസ്മാത്
അപരിഹാര്യാർത്ഥേ, അതുകൊണ്ട് പരിഹരിക്കാൻ വയ്യാത്ത ഈ കാര്യത്തിൽ നാമരൂപങ്ങൾ വരുന്നു പോകുന്നു വരുന്നു, നിനക്കെങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും? ഇത് ആ മൂലസംവിക്കടലിൽ അജസ്രവുമുള്ള കർമ്മം അത്രേ. ആ മഹാസത്യത്തിൽ, ആ മഹാബോധത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധബ്രഹ്മത്തിൽ അജസ്രവുമുള്ള കർമ്മമത്രേ, എപ്പോഴും നടക്കുന്ന കർമ്മമാണ്. അപ്പോ ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിത്തുമർഹസി. ഇതാണ് നമുക്ക് ചെയ്യാവുന്നത്. ദുഃഖിക്കാതെ, ജനിച്ചോ, സന്തോഷം, ജനിക്കട്ടെ, ഇപ്പൊ വേണ്ടെന്ന് ആര് പറഞ്ഞു? അത് ഇപ്പം ജനന നിയന്ത്രണം നിയന്ത്രിച്ചോ, നിയന്ത്രിക്കണമെങ്കിൽ ജനന നിയന്ത്രണം വേണ്ടെന്ന് ആര് പറഞ്ഞു? അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാലോ ഒന്നും നടക്കില്ല. നിങ്ങളും അതിലൊക്കെ ഉൾപ്പെട്ടോളൂ. പക്ഷേ ഈ സത്യം അറിഞ്ഞോളൂ, ദുഃഖിക്കാതിരിക്കാം. അതാണ് കൃഷ്ണൻ പറയുന്നത് ഗീത മുഴുവൻ. ഈ സത്യം, നീ മഹാപാപിയാണെന്ന് വെച്ചോളൂ. ഈ സത്യം കൂട്ടിച്ചേർക്കൂ. എന്ത് പാപം! നാമരൂപങ്ങൾ വരുന്നതിലും പോകുന്നതിലും എന്താ പാപം? ഒരു പാപമില്ല അർജുന. സകല പാപികളിലും വെച്ച് നീ അങ്ങേറ്റത്തെ പാപിയാണെന്ന് വെച്ചോളൂ. സർവം ജ്ഞാനപ്ലവേനൈവ. എന്താ ജ്ഞാനം? എടോ, വസ്തുവിനൊരു കേടുമില്ല, ഇതുറപ്പിച്ചോളൂ. പ്രജിനം സന്തരിഷ്യസി. നിനക്ക് ഈ പാപസമുദ്രം അതിവേഗം കടക്കാൻ പറ്റും. അപ്പോ ഈ ജഡത്തെ മാറ്റുക, ജഡത്തെ മാറ്റാനൊന്നും പറ്റില്ല. പിന്നെ എന്ത് വേണം? ജഡവും വസ്തുവാണ് എന്നറിയുക. അങ്ങനെ അറിഞ്ഞാൽ, അതങ്ങനെ ഓർമ്മിച്ചു വന്നാൽ, അവനവന്റെ ഉള്ളിൽ തന്നെ ആ സത്യം ഒരു കോടി ദിവാകരൊത്തുയരും പടി നീരൊടു പാരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്നു വിളങ്ങിടണം. ഇതാണ് ചിജ്ജട ചിന്തനത്തിലെ 1-ാം പദ്യം. കോടി ദിവാകരന്മാരുദിച്ചുയരുന്നത് പോലെ ആ സത്യം ഉള്ളിൽ തെളിയും. എപ്പോ തെളിയും? നാമരൂപങ്ങളെല്ലാം വസ്തുവായി ഭാവന ചെയ്ത് അനുഭവിക്കുന്ന ഏകാഗ്രത മനസ്സിന് വരണം. വരുമ്പോൾ തെളിയും. കോടി ദിവാകരന്മാരുദിച്ചുയരുന്നത് പോലെ തെളിയും എന്ന് പറയുന്നത് ആ തെളിയലിന്റെ വ്യക്തത കാണിക്കാനാണ്. വ്യക്തത അത്ര സ്പഷ്ടം. എല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്കരു. ജ്ഞാനം കൊണ്ട് ഈ അജ്ഞാനത്തെ അകറ്റൂ. ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതം. ഇത് ഗീത. ജ്ഞാനം കൊണ്ട് ആരാണോ ഈ അജ്ഞാനത്തെ, അജ്ഞാനം എന്ന് വെച്ചാൽ നാമരൂപങ്ങൾ സത്യമാണെന്നുള്ള തെറ്റിദ്ധാരണ, അത് മാറണം. അല്ലാതെ ഇവിടെ തല കുത്തി നിന്നതുകൊണ്ടോ ശ്വാസം പിടിച്ചതുകൊണ്ടോ 100 യജ്ഞങ്ങൾ നടത്തിയതുകൊണ്ടോ ഒരു രക്ഷയുമില്ല. കോലാഹലം ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. ഇത് ഋഷികേശത്ത് പോയതുകൊണ്ടോ വീട്ടിലിരുന്നതുകൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല. വീട്ടിൽ തന്നെ ഇരുന്നോളൂ. അല്ലെങ്കിൽ കൃഷ്ണനെ പോലെ 16,008 കല്യാണം കഴിച്ചോളൂ. ഓരോ കല്യാണത്തിലും 10 വീതം മക്കളെ ജനിപ്പിച്ചോളൂ. ഈ സത്യം ഉറപ്പുണ്ടോ? ഇവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ കല്യാണവുമില്ല, മക്കളുമില്ല. അതൊക്കെ നാമരൂപ പ്രസാരണ. ഇതുറപ്പുണ്ടോ? എന്താ കൃഷ്ണൻ ഇതൊക്കെ ചെയ്തു എന്നല്ലേ? നടന്നോ നടന്നില്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. വ്യാസൻ എഴുതി വെച്ചിരിക്കുന്നു. 16,008 കല്യാണം കഴിച്ചു. ഓരോ കല്യാണത്തിലും 10 മക്കൾ വീതം ഉണ്ടായി. എല്ലാവരും മദ്യം കുടിച്ച് തമ്മിൽ തല്ലിച്ച് ചത്തു. കാരണം ഇത് നടക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. കൃഷ്ണന്റെ 16,008 കല്യാണവും
അതിൽ 10 മക്കൾ വീതം ജനിക്കലും തമ്മിലടിച്ചു മരിക്കലും ആദ്യകാലം മുതൽ നടക്കുന്നത് ഇവിടെയാണ് ഈ ദേവാസുര യുദ്ധം. ഇന്നും അത് തന്നെ നടക്കുന്നു. പക്ഷെ കൃഷ്ണനെ പോലെ മക്കളൊക്കെ മരിച്ചു വീണപ്പോൾ 10 അടി അകന്ന് നിന്നുകൊണ്ട് ആ സന്തോഷം, ഭൂമിക്ക് ഭാരം കുറയുന്നുണ്ട് എന്ന് സന്തോഷിച്ചു എന്നാണ്. എന്തുകൊണ്ട്? ഇവിടെ ഒരു കുഴപ്പമില്ല. നാമരൂപങ്ങൾ വരുന്നു മക്കളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഭാര്യമാരുടെ രൂപത്തിൽ, അച്ഛനമ്മമാരുടെ രൂപത്തിൽ, പല പല രൂപത്തിൽ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ രൂപത്തിൽ വരുന്നു. വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. വസ്തുവിനൊരു കുഴപ്പമില്ല. അജോ നിത്യ ശാശ്വത. അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്. ശരീരത്തിന്, നാമരൂപത്തിന് മാറ്റം വരുന്നത് കൊണ്ടൊന്നും അതിനൊരു മാറ്റവുമില്ല. ഒരു മാല അഴിച്ച് വളയാക്കി മാറ്റൂ, ഒരു കുഴപ്പമില്ല. നാമരൂപം മാല മാറി വള വന്നു. സ്വർണം അതുപോലുണ്ട്. ദുഃഖിച്ചിട്ടൊരു കാര്യവുമില്ല. കൃഷ്ണൻ ഇത് നല്ലവണ്ണം അറിയാം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ആര് കൃഷ്ണൻ 16,000 കല്യാണം കഴിച്ചോ സാർ? കഴിച്ചോ കഴിച്ചില്ലയോ? വ്യാസൻ പറയുന്നു കഴിച്ചു എന്ന്. കഴിച്ചോട്ടെ, അതിനെന്താ? കഴിച്ചെങ്കിൽ കഴിക്കട്ടെ, കഴിക്കാതിരുന്നെങ്കിൽ കഴിക്കാതിരിക്കട്ടെ. ഒരു കുഴപ്പമില്ല. നാമരൂപങ്ങൾക്കിവിടെ ഒരു കുഴപ്പമില്ല. ദുഃഖിക്കാതിരിക്കൂ നിങ്ങൾ. എന്താ? കൃഷ്ണൻ ദുഃഖിച്ചില്ല. ശാപം മുനിമാർ ശപിച്ചു. ഭാഗവതം വ്യാസൻ എന്ത് പറയുന്നു? അദ്ദേഹം സന്തോഷിച്ചു. എന്താണ്? സർവവും അറിയാവുന്ന ആൾ മുമുദേ ശാപം കിട്ടിയപ്പോ കൊള്ളാം കൊള്ളാം. എന്താ? പഴയ നാമരൂപങ്ങളൊക്കെ പോയി പുതിയ നാമരൂപങ്ങൾ വരട്ടെ. കുറെ പഴയ ആഭരണങ്ങൾ സ്വർണ്ണപ്പണിക്കാരൻ ഒരുക്കി കഴിച്ചു നല്ല നല്ല തേജസ്സോടുകൂടി പുതിയ ആഭരണങ്ങൾ ഉണ്ടാക്കി. എന്താ കുഴപ്പം? അതുകൊണ്ട് ഭഗവാൻ ജ്ഞാത സർവാർത്ഥ. അതാണ് ഭഗവാൻ. ഇതൊക്കെ അറിയാം എന്തൊക്കെയായത്. ജ്ഞാത സർവാർത്ഥ ഈശ്വരോപി. അങ്ങനെ ആ പരമാത്മ സാക്ഷാത്കാരം നേടി വിരാജിക്കുന്നയാൾ ഭഗവാൻ. ജ്ഞാത സർവാർത്ഥ ഈശ്വരോപി തദന്യഥാകർത്തും നയിച്ച. മുനിമാരുടെ ശാപം ഒഴിവാക്കാൻ ശ്രമിച്ചില്ല. എന്തിനാ? പഴയ നാമരൂപങ്ങൾ പുതിയ നാമരൂപങ്ങൾ ആക്കുകയാണ് ശാപം. അതെന്തിനാ ഇപ്പോൾ ഒഴിവാക്കുന്നത്? വരട്ടെ, നല്ലത്. ഈശ്വരോപി തദ്ന്യഥാകർത്തും നയിച്ച അന്വമോദത്ത. സന്തോഷിച്ചു എന്നാണ് ഭഗവാൻ. ജ്ഞാത സർവാർത്ഥ ഈശ്വരോപി തദ്ന്യഥാകർത്തും നയിച്ച വിപ്രശാപം തദന്വമോദത്ത. അതുപോലെ ഈ സത്യമങ്ങനെ തെളിഞ്ഞു വരുമ്പോ 1,000,000 ദിവാകരൊത്തുയരുമ്പടി 1,000,000 ദിവാകരന്മാർ ഉദിച്ചുയരുന്നത് പോലെ പാരൊടു നീരനലാദികളും കെടുമാറ്, പഞ്ചഭൂതങ്ങളൊക്കെ ഇല്ലാതാകുമാറ്. ഈ സത്യം അവിടെ തെളിഞ്ഞു വരുമ്പോ പഞ്ചഭൂതങ്ങളൊക്കെ ആ സത്യം തന്നെ എന്ന് കെടുമാറ്. ആ നാമരൂപങ്ങളൊന്നും ഇല്ല. നാമരൂപങ്ങളൊന്നും വസ്തുവല്ല. 1,000,000 ദിവാകരൊത്തുയരുമ്പടി പാരൊടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവ് നല്ലവണ്ണം ഉള്ളിൽ. ആ സത്യം അങ്ങോട്ട് തെളിയുകയാണ്. എല്ലാം ബോധം, സർവം ബ്രഹ്മമയം എന്ന് തെളിയുകയാണ്. പാരൊടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവ് എന്നുമിരുന്നു വിളങ്ങിടണം. അല്ലയോ ഭഗവൻ, അങ്ങയുടെ ആ സർവവ്യാപിയായ ബോധരൂപം, അഖണ്ഡ ബോധരൂപം, ആർക്കും ഇത് പരിശോധിച്ചു നോക്കാം. ഈ അനുഭവം കിട്ടും. ഞാൻ ഈ കൊച്ചു ശരീരമാണെന്നുള്ള ചിന്ത അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ അയമേ വാഹമിത്യസ്മിൻ സങ്കോചേ വിലയം ഗത്തെ. ഞാൻ ഈ കൊച്ചു ജഡരൂപമാണ്, ഈ നാമരൂപമാണ്, ഈ കൊച്ചു ശരീരമാണ് എന്ന ചിന്ത വിലയിച്ചാൽ, ഇല്ലാതായാൽ, അയമേ വാഹമിത്യസ്മിൻ
സങ്കോചേ വിലയം ഗതേ സമസ്തഭുവനവ്യാപി വിസ്താര ഉപജായത്തെ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബ്രഹ്മമാണ് ഞാൻ എന്ന വിസ്താരം സംഭവിക്കുന്നു. അതിനെന്താ വേണ്ടത്? ഞാനിതാണ്, ഞാൻ ഇത്ര ഭാരമുള്ള ആളാണ്, ശരീരമാണ് എന്ന ചിന്ത അങ്ങ് പോണം. ഞാനിതല്ലെങ്കിൽ മറ്റാരും അതല്ല. ഇവിടെ കാണുന്ന അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഒരേ ബ്രഹ്മവസ്തുവാണ് എന്ന ചിന്ത ഉറപ്പുവരണം. അങ്ങനെ അയമേ വാഹം ഇത്യസ്മിൻ സങ്കോചേ വിലയം ഗതേ സമസ്തഭുവനവ്യാപി. സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു തിന്നുന്ന ബോധമാണ്, നിശ്ചലബോധം, ആനന്ദസ്വരൂപമായ ബോധം. അതിലെ നാമരൂപങ്ങളാണ് ഈ കാണുന്നതൊക്കെ. സമസ്തഭുവനവ്യാപി വിസ്താര ഉപജായത്തെ. ഇതാണ് വാസിഷ്ഠം പറയുന്നത്. നമുക്കതിൽ ചെയ്യേണ്ടത് ഇതാണ്. ബാക്കിയൊക്കെ നടക്കട്ടെ. നാമജപമോ സഹസ്രനാമജപമോ കോവിലിൽ പോകലോ അർച്ചന ചെയ്യലോ ഒക്കെ നടക്കട്ടെ. ഒന്നും തൽക്കാലം വേണ്ടെന്ന് നോക്കണ്ട. ഒക്കെ ചെയ്യുമ്പോൾ സർവം യത്കരോഷി യദശ്നാസി യദ്ജുഹോഷി യദാസിയത് യത്തപസ്യതി കൗന്തേയ തത്കുരുഷ്വമദർപ്പണം. നീ എന്ത് ചെയ്യുന്നതും എന്റെ പൂജ. എന്താ കാരണം? ഞാനേ ഉള്ളൂ. യത്കരോഷി എന്ത് ചെയ്യുന്നുവോ, യദശ്നാസി എന്ത് ഭക്ഷിക്കുന്നുവോ അതുപോലും. ഇത് ഗീത. യത്കരോഷി യദശ്നാസി യദ്ജുഹോഷി എന്ത് യജ്ഞം ചെയ്യുന്നോ യജ്ഞം ചെയ്യുള്ളൂ. അതിനൊന്നും ഒരു വിരോധവുമില്ല. പക്ഷെ ആ ചെയ്യുന്നതൊക്കെ മദർപ്പണം. ഞാനാണ്, ഞാനേ ഉള്ളൂ ഇവിടെ, ഞാനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യൂ. തത്കുരുഷ്വ മദർപ്പണം. അങ്ങനെ എന്നെ പൂജിച്ചാൽ നിനക്ക് ഈ അജ്ഞാനം മാറും. അജ്ഞാനം ആർക്കാണോ മാറുന്നത് അവർക്ക് ജ്ഞാനേനതു തദജ്ഞാനമേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം. സൂര്യനെ പോലെ ആ പരമസത്യം തെളിഞ്ഞു കിട്ടുന്നു. അതാണ് ഗുരുദേവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കോടി ദിവാകരൊത്തുയരുംപടി പാരുടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവ് ആ ബോധോദയം എന്നും ഇരുന്ന് വിളങ്ങിടണം. അതെന്നും ഇരിക്കണം. ഇടണേ ഇരു കൺമുന എന്നിലതിനടിയൻ അഭിലാഷം ഉമാപതിയെ. അല്ലയോ ഭഗവൻ, ഉമാപതിയായ ശിവനെ, എനിക്കതിൽ മാത്രമാണ് അഭിലാഷം. എനിക്ക് മറ്റൊന്നിലും താല്പര്യമില്ല. എനിക്ക് ഈ നാമരൂപജടങ്ങളൊക്കെ കെടുമാറ് അങ്ങനെ ഇല്ലാതായി. ഇല്ലാതെ വെച്ചാൽ അതിലൊക്കെ നിറഞ്ഞു ബോധം. ഇതൊക്കെ നാമരൂപം, ബാക്കിയൊക്കെ നിറഞ്ഞു വസ്തുവായ ബോധം എന്നെനിക്ക് തെളിഞ്ഞു കിട്ടണം. ജഡം ഇന്നതുകൊണ്ട് ജയിക്കും. ഈ ജഡശരീരം ആ സിദ്ധി എനിക്ക് കൈവരുമെങ്കിൽ അത് ജയിക്കും, അത് വിജയിക്കും. ഈ മനുഷ്യ ശരീരം അതിന് കിട്ടിയതാണ്, ജയിക്കും. അതിന് ഇടമില്ല ഇരിപ്പിതിലൊന്നിലുമേ. ഈ ജഡത്തിൽ അതിനിരിക്കാൻ അത് ഈ ജഡമല്ല. നാമരൂപമൊന്നും വസ്തുവല്ല. നാമരൂപം വസ്തുവിലുണ്ടായിരിക്കുന്ന വെറും കാഴ്ച. അതിന് അവിടുത്തെ കാരുണ്യം എനിക്കുണ്ടാവണം. അങ്ങനെ ഒരു ജഗതീശ്വരനൊന്നുമില്ലെങ്കിൽ അല്ല. ജഗതീശ്വരൻ ഒക്കെ ആ ബ്രഹ്മം തന്നെയാണ് എന്നുറപ്പ് വരുന്നതുവരെ മനസ്സുകൊണ്ട് ഒരു ജഗതീശ്വരനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മനസ്സിന്റെ ജഡത്വം മാറിക്കിട്ടും. അതിനുവേണ്ടിയാണ് അത് സാക്ഷാത്കരിക്കുന്നതിന് മുൻപ് ഒരു ഈശ്വര സങ്കല്പം, ഒരു വിരോധവുമില്ല. ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ചു പോരുന്ന ഒരു ഈശ്വരനെ സങ്കല്പിച്ച് ആ ഈശ്വരനോട് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചു വരുമ്പോൾ മനസ്സിന്റെ ജഡത്വം, ഞാൻ തന്നെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ച ജഡമാണ്. ജഡം ഞാൻ വിജൃംഭിച്ചതാണ് ഈ മനസ്സ്. ആത്മോത്ഥിതാഹങ്കൃതി
ആത്മതത്വം തഥാ തിരോധായ വിജൃംഭത്തെ. അഹങ്കൃതി ആത്മതത്വത്തെ മറച്ചുകൊണ്ട് വിജൃംഭിക്കുന്നു. ആ വിജൃംഭണം മാറ്റാൻ അങ്ങനെ ഒരു ഈശ്വരനെ സങ്കല്പിച്ച്, ഭഗവാനെ അവിടുന്ന് അവിടുത്തെ കടാക്ഷം എന്നിൽ ചൊരിയണം, ഇടണേ ഇരു കൺമുന എന്നിൽ അടിയൻ അഭിലാഷം, ഉമാപതിയെ എന്നിൽ കാരുണ്യം ചൊരിയണം. എന്തുകൊണ്ട്? ജഡമിന്ന് അതുകൊണ്ട് ജയിക്കും. ഈ ജഡശരീരം ജഡമിന്ന് അതുകൊണ്ട് ജയിക്കും. മനുഷ്യ ശരീരം കെട്ടിയിരിക്കുന്നത് ഈ സത്യമറിഞ്ഞ് സാക്ഷാത്കരിക്കാനാണ്. അതിനിടയില്ല ഇരിപ്പിതിലൊന്നുമേ. ആ സത്യം ഈ നാമരൂപങ്ങളിൽ ഒതുങ്ങുന്നതല്ല. സ്വർണമൊരിക്കലും ഒരു വളയിലോ ഒരു മാലയിലോ ഒതുങ്ങുന്നതല്ല. അത് സകല ആഭരണങ്ങളിലും നിറഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഈ കാര്യം മാത്രം, പലരും ഇവിടെ ആധ്യാത്മിക ചർച്ചകളും പ്രഭാഷണങ്ങളും ഉണ്ട്, ഈ കാര്യം മാത്രം വിസ്മരിക്കുന്നു. മറ്റെന്തെയൊക്കെയോ കർമ്മ പരിപാടികൾ നിർദ്ദേശിക്കുന്നു. എല്ലാം വ്യർത്ഥം. ഇതില്ലെങ്കിൽ, ഇതുള്ളെങ്കിൽ എല്ലാം സാർത്ഥം. ഇതാണ് വസ്തുത. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത്, ഇടയില്ല ഇരിപ്പിതിലൊന്നിലുമേ. ഈ ജഡത്തിൽ, ഈ ജഡനാമരൂപങ്ങളിലൊന്നിലും അതിനിരിപ്പില്ല. ഒന്നിൽ മാത്രമായിട്ട് അതിനിരിപ്പില്ല. അത് സകല നാമരൂപങ്ങളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ അറിയേണ്ട പ്രധാന കാര്യം ഇതാണ്. ഈശ്വരന്റെ നാമരൂപങ്ങളാണ് അമീബ മുതൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ എല്ലാം. നമ്മൾ ഏതെങ്കിലും ഒന്നിനെ അവതാരമായിട്ടോ, നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിനൊരു ജഡത്വം പോയി കിട്ടാൻ, ഏകാഗ്രപ്പെടാൻ ഒരു രൂപം അംഗീകരിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ അത് വെറും ഒരു രൂപം. കൃഷ്ണനായാലും ശരി, ക്രിസ്തുവായാലും ശരി, രാമനായാലും ശരി, അത് മനസ്സിലാക്കിയില്ലെങ്കിലോ കൃഷ്ണനെയും രാമനെയും നബിയെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് കൃഷ്ണന്റെ മക്കൾക്ക് ലക്ഷക്കണക്കിനുള്ള മക്കൾക്ക് തമ്മിലടിച്ച് ചാവാം എന്ന് നടക്കുന്നത് അതാണ്. ഈ സത്യമറിയാതെ കൃഷ്ണൻ, ക്രിസ്തു, നബി ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അവരാണ് സത്യം എന്നുറപ്പിച്ചുകൊണ്ട് ജഡനാമരൂപങ്ങളിൽ ഭ്രമിച്ച് തമ്മിലടിച്ച് ചാവുന്നു. കഷ്ടം. കണ്ടാൽ വാസ്തവത്തിൽ ഗുരുദേവനൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിയായ ദുഃഖം തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്ത് വിശേഷം, അദ്ദേഹം തന്നെ പറയുന്നു, ഇത് നടക്കും, ഇത് നടന്നുകൊണ്ടിരിക്കും. നമുക്ക് പറ്റുമോ? നമുക്ക് ഈ ചിന്ത ഉറപ്പിക്കാം. നാമരൂപങ്ങളെല്ലാം വസ്തു. അതാണ് ജഡചിന്തനം. ചിത്താണ് ജഡങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അത് വെറുതെ അറിഞ്ഞാൽ പോരാ, അനുഭവിക്കുക. കാണുന്നിടത്തൊക്കെ ഈശ്വരൻ. ഈശാവാസ്യമിതം സർവം. ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല. ഈ ജഡചിന്തനം നമ്മിൽ ആ ചിന്തയ്ക്ക് ശക്തി കൂട്ടുമെങ്കിൽ നമ്മളെല്ലാം ധന്യരാകും. ഒരു സംശയവുമില്ല. ഈ ഫോർമുല ഓർമ്മിച്ചോളുക. ബോധം, നാമം, രൂപം. എന്തിനോർമ്മിക്കുന്നു? നാമരൂപങ്ങളിലെല്ലാം ഒരേ ബോധം തന്നെ ബ്രഹ്മത്തെ, ഈശ്വരനെ കണ്ടനുഭവിക്കാൻ. അതിന് ഭഗവാൻ നമ്മിലും കാരുണ്യം ചൊരിയുമാറാകട്ടെ. നമസ്കാരം.